ഓണത്തിന് റെഡിയാക്കിയെടുത്ത അവിയലിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണതെന്ന് നോക്കിയിട്ട് ഞാൻ റെഡിയാക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് പല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ അവിയൽ ഉണ്ടാക്കണതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വേകാൻ ഒത്തിരി താമസമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക. ആദ്യം ഞാൻ ഇതിനകത്ത് പൊട്ടറ്റോ, ക്യാരറ്റ്, ഏത്തക്ക ഇത്രയാണൊക്കെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചേന, ചേമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് അത് ആ മഞ്ഞൾപ്പൊടിയിലും വെളിച്ചെണ്ണയിലും ഒന്നും വഴണ്ട് കിട്ടണം ആദ്യം. അപ്പം അവിയലിന് ഇച്ചിരി അവിടെ ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ ഒന്ന് വാടി കിട്ടിയിട്ട് വേണം ഞാൻ ബാക്കി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചു തന്നില്ല, ഒരു മുറം നിറയെ വെജിറ്റബിൾ, കുറച്ചൊക്കെ സാധനങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത പച്ചത്തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല ഫ്ലേവറാണ് കേട്ടോ, ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിളും ചേർക്കുന്നത്. പിന്നെ ഞാനത് മുരിങ്ങാക്ക ഇട്ടിട്ടുണ്ട്, ഒരു ഒനിയൻ ചേർത്തിട്ടുണ്ട്, വലിയ സവാള, മുരിങ്ങാക്ക, സവാള, പിന്നെ ഒരു വെള്ളിരിയുടെ ഹാഫ് ചെറിയ പോർഷൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ ബീൻസ് ഇട്ടിട്ടുണ്ട്, പച്ചത്തക്കാളി ജസ്റ്റ് ഒന്ന് പഴുത്ത് തുടങ്ങിയ 1-2 ഇട്ടു, കാരണം അപ്പോൾ അതിനകത്തൊരു ചെറിയ പുളി ഉണ്ടാവും. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത സാധനങ്ങളൊന്ന് പയ്യെ വാടി കഴിയുമ്പോൾ ബാക്കിയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് കൂടി യോജിച്ച് എണ്ണയിലും മഞ്ഞപ്പൊടിയിലൊന്ന് യോജിച്ച് വരണം. വേറെ ഒരു മസാലപ്പൊടിയും ചേർത്തിട്ടില്ല ഇപ്പം. അപ്പോൾ നന്നായിട്ട് കൂടി യോജിപ്പിച്ചിട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെജിറ്റബിൾസ് ഉടഞ്ഞു പോകരുത്. ആവശ്യത്തിന് മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. ഇപ്പം ഇനി ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് ഞാൻ ഇത്രയും വെജിറ്റബിൾസിന് ഒരു 1/2 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതനുസരിച്ച് ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടിയിലൊരു അല്പമുള്ളൂ വെള്ളം. ഇത് മൂടി വയ്ക്കാം, ആവിയിൽ കുക്കായി വരും. അല്ലെങ്കിൽ ഒത്തിരി വെള്ളമായാൽ പോയാൽ ഒത്തിരി കുഴഞ്ഞ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ചതച്ച സാധനങ്ങൾ ചേർത്ത് കൊടുത്തു. 1 കുടം വെളുത്തുള്ളി, 3/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ പച്ചമുളക് 5 എരിവിനാവശ്യമുള്ള പച്ചമുളകും ഫ്രഷായിട്ട് പറിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ അത് കാന്താരി മുളകൊക്കെയുടെ ടേസ്റ്റാണ് കേട്ടോ. അതിന് നല്ല ബേർഡ്സായി ഗ്രീൻ ചില്ലീസാണ് ഞാൻ മേടിച്ചത്. അത് നട്ടത് ഒരുപാടുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അതിന്. പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കുഞ്ഞുള്ളിയാണ് കേട്ടോ. ഒരു 5-8 കുഞ്ഞുള്ളി ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. കുഞ്ഞുള്ളി പിഴിഞ്ഞത് അവിയലിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് അത് നീര് മാറ്റി വെക്കും കേട്ടോ. അത് അവസാനം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മുടെ അവിയലിന്. നല്ലൊരു ടേസ്റ്റായിരിക്കും ഇതിന്. അപ്പോൾ ആവിയിലിരുന്നത് കുക്കാവും കേട്ടോ. അത് ലോ ഹീറ്റിൽ വെച്ച് ഒന്ന് കുക്കായി കിട്ടുന്നു. ഓവർ കുക്കായി പോകരുത്, പൊടിഞ്ഞു പോകുന്നേരം നമുക്കൊന്ന് ഒരു പ്രാവശ്യം ഇളക്കാനുള്ളതാണ്. അപ്പോൾ വെള്ളം അധികം ആവരുത്, ഓവർ കുക്കാക്കി കളയുകയും ചെയ്യും കേട്ടോ. കഷ്ണങ്ങളൊക്കെ അങ്ങനെ കിടക്കണം, അപ്പോഴാണ് അവിയലിന് ടേസ്റ്റ്. ഞാൻ സാധാരണ കട്ട തൈരാണ് കേട്ടോ ചേർക്കുന്നത് പുളിക്ക്. മാങ്ങ ചേർത്താലും കുഴപ്പമില്ല, തൈര് ചേർക്കണതാണ് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഒരുപാട് പുളികൾ അല്ലാത്ത കട്ടത്തൈര്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം. 1-2 പ്രാവശ്യം ഞാൻ ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു. ഇളക്കുമ്പോഴും സൂക്ഷിച്ചിട്ട് ഇളക്കാം. അപ്പോൾ ഞാനൊരു ഇതിനകത്ത് ക്യാരറ്റും ഏത്തക്കായൊക്കെ വെന്തോന്ന് നോക്കിയിട്ട് വേകാറായി കഴിയുമ്പോൾ ഒരു 80% കുക്കായിട്ടുണ്ട്. അപ്പോൾ നടുക്കൽപ്പം സ്പേസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് തേങ്ങ ചതച്ച് ചേർക്കാം. ഫ്രഷായിട്ടുള്ള തേങ്ങ ചതച്ച് ചേർക്കാം. അപ്പം ഞാനൊരു തേങ്ങയുടെ 1/4 ഭാഗം ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ നന്നായിട്ട് അറിയരുത്, എന്നാൽ തോരനൊക്കെ അരക്കേണ്ട അത്രയും രണ്ടിൻ്റെ ഒരു ഇൻ ബിറ്റ്വീൻ വേണം, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം അതും ചേർത്ത് കൊടുത്ത് എന്നിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് വെച്ചൊന്ന് മൂടി ആ തേങ്ങ ഒന്ന് ആവി കയറി വരണമെങ്കിൽ നല്ല മണമാണ് കേട്ടോ. നമ്മുടെ വെളുത്തുള്ളിയുടെയും നല്ല ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ എണ്ണയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടുമ്പോൾ ഒരുപാട് മസാല ഇല്ലാതെ ഇങ്ങനെ അവിയൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാത്തരം വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഉള്ളതൊക്കെ വെച്ച് മുരിങ്ങാക്കായും ഏത്തക്കായൊക്കെ വന്നപ്പോൾ തന്നെ അതിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ അവിയലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി വെക്കുക. വെജിറ്റബിൾ നമുക്ക് വെന്തിട്ടുണ്ട് ഏകദേശം, എന്നാൽ ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇനി ഒന്നുകൂടി മൂടി വെക്കാം. അപ്പോൾ തേങ്ങയും കൂടെ ഒന്ന് കുക്കായി വരണം. അപ്പോൾ നോക്കൂ, ആവി കയറിയിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുക്കാം. തേങ്ങയെല്ലാം പറിക്കുന്നതായിട്ട് തേങ്ങയെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം ചേർക്കാൻ മറന്നുപോയി, ആദ്യമേ ചേർക്കാം കേട്ടോ. കറി ലീവ്സ് എടുത്ത് വെച്ചായിരുന്നു, മറന്നുപോയി. ഇപ്പോഴും താമസിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കറി ലീവ്സും ധാരാളമായിട്ട് ചേർക്കും. എല്ലാം കുക്കായി ഒന്നുകൂടി നോക്കട്ടെ. ഇനി ഇളക്കി വയ്ക്കാം.
അപ്പോൾ അവിയൽ അരിയുമ്പോൾ നീളത്തിൽ അരിയാൻ ശ്രമിക്കണം, അപ്പോഴും പെട്ടെന്ന് ഉടഞ്ഞു പോകില്ല. അപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഉപ്പും കൂടെ ചേർത്ത്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് സാമ്പാറാണ് അവിയലാണ് ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിയൽ തന്നെയാണ് എപ്പോഴും ഇഷ്ടം. സാമ്പാർ നല്ലതാണ്, ദോശ ഒക്കെ. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ കുഞ്ഞുള്ളിയുടെ നീര് ചേർത്ത് കൊടുക്കുക. അത് ചേർത്തിട്ട് അടച്ചു വയ്ക്കുക, ഒന്ന് ഇളക്കി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കരിവേപ്പില ചേർക്കാൻ കേട്ടോ. വീണ്ടും മറന്നുപോയി, തണുത്തിട്ട് കരിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി തൈര് കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വലിയ ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പുളി തൈരിലാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒരു കുഴഞ്ഞ പരുവത്തിൽ വരും. ഓവർ കുക്കായിട്ടുമില്ല, ഉടഞ്ഞു പോയിട്ടുമില്ല കഷ്ണങ്ങൾ. ജസ്റ്റ് വെന്ത് കൃത്യം പാകമായിരിക്കണം വേറെ. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഒന്ന് കൂടി യോജിപ്പിക്കാം. ഒന്ന് ആവി കയറി കിട്ടണം. മൺചട്ടിയിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം, കാരണം അതിൻ്റെ അടിയിലൊന്നും പിടിക്കാതിരിക്കണം. ഓക്കെ, നമുക്ക് കറി ലീവ്സ് ചേർക്കാം. കറി ലീവ്സ് ചേർക്കുമ്പോൾ കുറച്ച് നുറുക്കിയിട്ട് ചേർത്താലും അതിനിച്ചിലൂടെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇളക്കി ഒഴിച്ച് മൂടി വെക്കാം. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ആദ്യം വെളിച്ചെണ്ണ ചേർത്ത് കോക്കനട്ട് ഓയിൽ വഴറ്റിയെടുത്തുകൊണ്ട് ഞാൻ ഇനി വേറെ എണ്ണ ചേർക്കുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കാതെയാണെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ ഈ സമയത്ത് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് മൂടി വെക്കാം. അപ്പം ഞാൻ ചെറിയ ഉള്ളിയുടെ നീര് മാത്രമേ ഇപ്രാവശ്യം അവസാനം ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് മൂടി വെക്കാം. കുറച്ച് സമയം കഴിയുന്ന ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സൂപ്പർ ടേസ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓണസദ്യ കഴിക്കട്ടെ. അപ്പോൾ നിങ്ങളും ഇനി അടുത്ത പ്രാവശ്യം തയ്യാറാക്കി നോക്കുമ്പം ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കും കേട്ടോ. ഇനി അല്പം പപ്പടവും കൂടെ കാച്ചിയെടുത്താൽ എൻ്റെ ഓണസദ്യ റെഡിയായി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ. താങ്ക് യു ഫോർ വാച്ചിങ് ഞാൻ ബ്ലോഗ്സ്. ബൈ. ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ട് ഉടനടി വരുന്നതായിരിക്കും. ബൈ.